ഇന്നലെ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു ഈ മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളും തൊട്ടപ്പുറത്തെ ലോ കോളേജിൽ അല്ലെങ്കിൽ അവിടെ ജില്ലാ കോടതിയിലെ അഭിഭാഷകരും തമ്മിലുണ്ടായ പ്രശ്നം ഇല്ലേ? ഇന്നലെ അതിന്റെ കൂടുതൽ വശങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്നലെ അഭിഭാഷകർ ഈ കോളേജ് വളപ്പിലേക്ക് മദ്യക്കുപ്പികളൊക്കെ വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായി. രണ്ട് കൂട്ടരുടെ വാദങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അഭിഭാഷകർ പറയുന്നു വിദ്യാർത്ഥികളാണ് ആദ്യം പ്രകോപനത്തിന് തുടക്കമിട്ടതെന്ന് പറയുന്നു. വിദ്യാർത്ഥികൾ പറയുന്നു ഞങ്ങളല്ല, മറുഭാഗത്ത് നിന്ന് അഭിഭാഷകരാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. മെനിഞ്ഞാന്നായിരുന്നു ഈ സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. ബാർ അസോസിയേഷന്റെ ആഘോഷ പരിപാടിയിൽ വിദ്യാർത്ഥികൾ വരുന്നു. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ചെറിയൊരു പ്രശ്നമാണ് ഇത്തരം വലിയ രീതിയിലേക്കുള്ള ഒരു സംഘർഷത്തിലേക്കും കയ്യാങ്കളിയിലേക്കും ഒക്കെ കൊണ്ടുചെന്നെത്തിച്ചത്. അപ്പോൾ സ്വാഭാവികമായും അതിന്റെ തുടർ നിയമ നടപടികൾ ഉണ്ടാകും. പോലീസ് ഇന്നലെ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് അഭിഭാഷകർക്കെതിരെ ഇന്ന് പോലീസ് കേസെടുത്തേക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിൻസിപ്പൽ പരാതി നൽകിയിട്ടുണ്ട്. മഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പൽ പരാതി നൽകിയിട്ടുണ്ട് അഭിഭാഷകർക്ക്. അപ്പോൾ ഏത് രീതിയിലാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് അറിയാൻ അർച്ചന ഉണ്ട്. അപ്പോൾ വാർത്തയുടെ വിവരങ്ങളുമായി അർച്ചന. ഗുഡ് മോർണിംഗ് മനു, വിനിഷ. എന്തൊക്കെയാണ് മഹാരാജാസിൽ സംഭവിക്കുന്നത്? അഭിഭാഷകരും ഒപ്പം തന്നെ വിദ്യാർത്ഥികളും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമുണ്ടാക്കുന്നു. രണ്ടുപേരുടെയും വിശദീകരണവും ഭാഗങ്ങളും ഒക്കെ നമ്മൾ കേട്ടു. ഇന്നലെ അഭിഭാഷകരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ. ഇപ്പോൾ ഇന്ന് കോളേജ് പ്രിൻസിപ്പൽ പരാതി നൽകുമെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഇപ്പോൾ തുടർ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അർച്ചന? മനു, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കോളേജ് വിദ്യാർത്ഥികളും ഒപ്പം അഭിഭാഷകരും തമ്മിൽ സംഘർഷം ഉടലെടുത്തത്. അതിനുശേഷം അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്നലെയും ക്യാമ്പസിനകത്തും പുറത്തുമായെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ അഭിഭാഷകരും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടി. അതിനിടെയാണ് ഇത്തരത്തിൽ, അതായത് കോളേജ് ക്യാമ്പസിലേക്ക് അഭിഭാഷകർ ബിയർ കുപ്പികളും ഒപ്പം കല്ലുമെറിയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ കേസെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം കോളേജ് വരാന്തയിലേക്കാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ വ്യാപകമായി ബിയർ കുപ്പികളും ഒപ്പം കല്ലും എറിഞ്ഞത്. ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ പരാതി നൽകിയത്. ഇത് കൂടാതെ തന്നെ വിദ്യാർത്ഥികളുടെയും ഒപ്പം പോലീസിൻ്റെയും പരാതിയിലും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ പരിക്കേറ്റ് അവർ ചികിത്സയിലാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല, അഭിഭാഷകരും ഒപ്പം 3 പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ പിടിച്ചു മാറ്റാൻ മുന്നോട്ട് വന്ന 3 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. ഇവരുടെ പരാതിയിലും ഒപ്പം വിദ്യാർത്ഥികളുടെ പരാതിയിലും കേസെടുത്തിട്ടുണ്ട്. 2 കേസുകൾ കൂടിയാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തത്. ഇത് കൂടാതെ അഭിഭാഷകരുടെ പരാതിയിലും 10ഓളം വിദ്യാർത്ഥികൾക്ക്, കണ്ടാലറിയുന്ന 10ഓളം വിദ്യാർത്ഥികൾക്കെതിരെയും കേസെടുത്തിരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ പരാതിയിൽ ഇപ്പോൾ കേസെടുത്തു കഴിഞ്ഞു. അഭിഭാഷകർ പറയുന്നത് ഇവരാണ്, അതായത് 2 വിദ്യാർത്ഥികളുടെ പരാതിയിലും ഒപ്പം പോലീസുകാരൻ്റെയും പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും പുതിയ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് അതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇത്തരത്തിൽ ന്യായീകരണങ്ങളുമായി ഇരുകൂട്ടരും എത്തുന്നുണ്ട്. അതായത് വിദ്യാർത്ഥികൾ പറയുന്നത് തങ്ങളോട് ഇത്തരത്തിൽ ബാർ അസോസിയേഷൻ്റെ പരിപാടിക്കിടെ എത്തിയപ്പോൾ ഇത്തരത്തിൽ മദ്യപിച്ചെത്തിയ അഭിഭാഷകർ മോശമായി പെരുമാറുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ അവർ തന്നെയാണ് ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അവർ മദ്യപിച്ച് തങ്ങളെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്നാൽ ഈ അഭിഭാഷകർ പറയുന്നത് ബാർ അസോസിയേഷൻ ഒരു പരിപാടിക്കിടെ വിദ്യാർത്ഥികൾ നുഴഞ്ഞു കയറി മനഃപൂർവ്വം ഇത്തരത്തിൽ ആക്രമണം സൃഷ്ടിച്ചതാണെന്നാണ് ഈ ബാർ അസോസിയേഷന്റെ അംഗങ്ങൾ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതിനിടെയാണ് വലിയ രീതിയിലൊരു സംഘർഷത്തിലേക്കും ഒപ്പം വിദ്യാർത്ഥികൾക്കും അഭിഭാഷകർക്കും എല്ലാം തന്നെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യത്തിലും കാര്യങ്ങൾ നീങ്ങിയത്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 10 വിദ്യാർത്ഥികളുണ്ട്, അഭിഭാഷകരുണ്ട്, ഒപ്പം 3 പോലീസുകാരുമുണ്ട്. ഇവരിപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും 10 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അത് അഭിഭാഷകരുടെ പരാതിയിലാണ്. ഒപ്പം ഈ ക്യാമ്പസിലേക്ക് ഇത്തരത്തിൽ വലിയ രീതിയിൽ വ്യാപകമായി കല്ലേറും ഒപ്പം ബിയർ കുപ്പികളും എറിഞ്ഞതിൻ്റെ പരാതിയിൽ, അതായത് പ്രിൻസിപ്പളാണ് അതിനെതിരെ പരാതി കൊടുത്തത്. അതിൽ ഇപ്പോൾ പോലീസ് ഉടൻ തന്നെ പരാതി എടുത്തേക്കും. സെൻട്രൽ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല വിദ്യാർത്ഥികളടക്കം ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ആ കുട്ടികൾ തന്നെ നമുക്ക് കാണിച്ചു തരികയുമുണ്ടായിരുന്നു. അതായത് കോളേജ് ക്യാമ്പസിലേക്ക് ഇത്തരത്തിൽ അഭിഭാഷകർ എത്തി ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. ഇതുകൂടാതെ തന്നെ അഭിഭാഷകർ പറയുന്നത് ഈ വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഇത്തരത്തിൽ നുഴഞ്ഞു കയറുകയായിരുന്നു തങ്ങളുടെ പരിപാടിയിലേക്ക്. അതായത് വാർഷികവുമായി ബന്ധപ്പെട്ട് ബാർ അസോസിയേഷനിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ പരിപാടി നടക്കുകയായിരുന്നു. അതിനിടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എത്തിയാണ് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാക്കിയതെന്നാണ് ഈ ബാർ അസോസിയേഷന്റെ വാദം. എന്തായാലും വലിയ രീതിയിൽ ഈ സംഭവ വികാസങ്ങൾ മാറിക്കഴിഞ്ഞു. കാരണം തുടർച്ചയായി 2 തവണയാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടലുണ്ടായത്. ഒരു തവണ അർദ്ധരാത്രിയിൽ ഇത്തരത്തിൽ ഏറ്റുമുട്ടലുണ്ടായതിനെ തുടർന്ന് പിറ്റേന്നും ഇത്തരത്തിൽ ഉച്ചയോടുകൂടി അവർ ബാർ കൗൺസിൽ യോഗം ചേരുകയൊക്കെ ചെയ്തിരുന്നു.